to my YouTube channel, Vichu's Journey. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ലൊക്കേഷൻ ചേഞ്ച് ഉണ്ട്. ഇന്ന് ഞാൻ ഇരിക്കുന്നത് എൻ്റെ വീട്ടിലല്ല, എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വിരുന്ന് നിൽക്കാൻ വരാനൊന്നും പാടില്ല എന്നറിയാം, പക്ഷെ വിരുന്ന് നിൽക്കാൻ വന്നതല്ല. അമ്മമ്മയ്ക്ക് ചെറുതായിട്ടൊന്ന് അമ്മമ്മ വീണു, അപ്പോൾ വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയൊക്കെ വരണമല്ലോ, അപ്പം ഞാനും കൂടെ വന്നതേ ഉള്ളൂ, അല്ലാണ്ട് വിരുന്നായിട്ട് വന്നതല്ല. ഇവിടെയൊക്കെ നാളെ തൊട്ട് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി പോകാൻ പറ്റുമോ, അടുത്തൊക്കെ പോകാൻ, വീട്ടിൽ പോകാൻ പറ്റുമോ ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്നും ഓരോ ചലഞ്ചായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാരാന്ന് പരിചയപ്പെടുത്തിയില്ല, ഇത് എൻ്റെ കസിൻ, എൻ്റെ മാമൻ്റെ മോളാണ്. പേര് പറയും. അഞ്ജന. അഞ്ജന എന്ത് ചെയ്യുന്നു? അഞ്ജന പറയൂ. ഞാൻ ആയുർവേദം പഠിക്കുന്നു. അവിടെ തിരുവനന്തപുരത്താണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര കോവിഡിൻ്റെ ഇഷ്യൂസും എല്ലാം ആണ്. ഇപ്പം എല്ലായിടത്തും ഒരുവിധം എല്ലായിടത്തും ക്ലോസ് ഒക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരാളെ എനിക്ക് കിട്ടി, അപ്പോൾ ഞാൻ ഇവിടെ വെച്ചൊന്ന് ചലഞ്ച് വീഡിയോ എടുക്കാൻ പോവാണ്. ഇന്നത്തെ ചലഞ്ചിൻ്റെ ഒരു വെറൈറ്റി ചലഞ്ചാണ്. പേരൊന്നുമില്ല ഈ ചലഞ്ചിന്. ഈ ചലഞ്ച് എന്താ സംഭവം അഞ്ചു പറയും. എന്താ സംഭവം? ഈ സംഭവം ഒരു പാട്ടിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പാട്ട് പാടും. ആ പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ അത് ഏത് സിനിമയിലത്തെയാണെന്ന് മനസ്സിലാക്കണം. പിന്നെ അതിന് തുടക്കും പാടണം കേട്ടോ. പാട്ട് ഇപ്പോൾ ഞാനാ ചോദിക്കണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഇടയിൽ വെച്ച് പാടണം, എന്നിട്ട് ഇവളോട് ചോദിക്കും. അപ്പൊ അവൾ എനിക്ക് തുടക്കം കണ്ടുപിടിക്കണം, ആ സിനിമ ഏതാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഇതിന്റെ റൂൾസ്, ഒത്തിരി പഴയ പാട്ടൊന്നും പാടരുത്. അതുപോലെ ആന്റി വാലോർന്നാണ് സാരില്ല. അപ്പോൾ ഈ പാട്ടിൻ്റെ റൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല ഈ ഒരു ഗെയിമിൻ്റെ റൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി പഴയ പാട്ടൊന്നും പാടരുത്. പിന്നെ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള പാട്ടുകൾ പാടിയ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും അല്ലേ? അതെ. അപ്പോൾ അധികം പഴയ പാട്ടൊന്നും പാടാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള റൂൾസ്. പിന്നെ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊരു 6 ലോട്ടുകൾ വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഓരോ ടാസ്കുകളാണ്. തെറ്റിക്കുന്ന ആൾക്കാർ ഇതിൽ നിന്ന് ഒരെണ്ണടുത്തൊരു ടാസ്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് കടന്നാലോ? ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഗെയിം തുടങ്ങാൻ പോവാണ്. ഗെയിം എന്താണ് നേരത്തെ പറഞ്ഞല്ലോ, ഗെയിം എന്താ നേരത്തെ പറഞ്ഞു. അപ്പോൾ 3 ലാംഗ്വേജേ പാടാൻ പറ്റുള്ളൂ: ഹിന്ദി, മലയാളം, തമിഴ്. അപ്പോൾ ഇത് 3ഉം ഫുൾ അറിയണമെന്നൊന്നുമില്ല, കാരണം തമിഴ് ഹിന്ദിയൊക്കെ ഞാൻ കാണാറുണ്ടെങ്കിലും സിനിമയുടെ പേരും അങ്ങനെയൊന്നും ഞാൻ ഓർത്തേക്കാറുന്നില്ല. പക്ഷെ എന്തായാലും നമ്മളൊരു ചലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ എന്താ പറയുക, ഇവളാണെങ്കിൽ കൂടുതൽ തമിഴൊക്കെ കാണുന്ന ആളാണ്. അപ്പോൾ അവൾക്ക് കൂടി ഒരു ഇതായിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മൾ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ലിറിക്സ് തെറ്റാണ്ടിരിക്കാൻ ഞാൻ ഫോണിൽ നോക്കിയിട്ടാണ് ലിറിക്സ് നോക്കാൻ പോണത്. പിന്നെ നമ്മൾ ഏതൊക്കെ പാടണം എന്നുള്ളത് ഏകദേശം ഒരു പേപ്പറിലാക്കി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പണിഷ്മെന്റ് ഉണ്ടാവും, മറക്കണ്ട. അപ്പോൾ തുടങ്ങാം. 5 ആണോ തുടങ്ങണേ? അപ്പോൾ ഇവിടെ ഗെയിം തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇതിന്റെ റൂൾസ് ഒക്കെ നേരത്തെ പറഞ്ഞു. അപ്പോൾ എന്താ പറയാ, ഓരോരോ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോവാണ്. അവിടെ നിന്ന് ആരെങ്കിലും വരും, ഇവിടെ നിന്ന് ആരെങ്കിലും വരും, അങ്ങനെയൊക്കെയായിട്ട് കട്ടായി പോകണം, അതാ പ്രശ്നം. അപ്പോൾ ഇനിയിപ്പോൾ നീട്ടണ്ട, ഗെയിം തുടങ്ങാം. 5 തുടങ്ങിക്കോ. അടുത്ത പാട്ട് ഞാൻ പാടില്ലേ? സിനിമ നീലത്താമര. സിനിമ നീലത്താമരയല്ലേ? പിന്നെ പാട്ട് ഇതാണ്: അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അപ്പൊ എനിക്ക് 1 പോയിന്റായി. സക്സസ്ഫുള്ളി 1 പോയിന്റ്. അപ്പൊ 5 സോങ്സ് ഉള്ളത്, അതിലൊന്ന് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ പാടാൻ പോണ സോങ് ഇതാട്ടോ, എളുപ്പമുള്ള സോങ് ആട്ടോ. സൗഹൃദങ്ങൾ പങ്കുവെച്ച് ഹൃദയവാതിൽ നാം തുറന്നേ, പതേ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം കണ്ടറിഞ്ഞേ. ഏതാ സോങ് ഹാപ്പി ഡേയ്സ് എന്ന സിനിമയിൽ നിന്നാണ്. പിന്നെ പാട്ട് മനസ്സിനു മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല, we are friends. അപ്പൊ ഈ സോങ് എപ്പോ കേട്ടാലും നല്ലൊരു നൊസ്റ്റാൾജിയ തരുന്ന സോങ് ആണ്. നമ്മുടെ സ്കൂൾ ലൈഫ്, ചെറുപ്പകാലങ്ങൾ നമ്മൾ കണ്ടൊരു സിനിമയാണ്. അതെ, ചെറുപ്പകാലത്തിൽ ഉണ്ടാവില്ല. എപ്പോൾ ഈ പാട്ട് കേട്ടാലും നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു മൊമെന്റ്സ്, അത് കഴിഞ്ഞു പോയ സ്കൂൾ ലൈഫിനെ കുറിച്ച് അങ്ങനെയൊക്കെ കുറെ എന്താ പറയുക മെമ്മറീസ് വരുന്ന ഒരു പാട്ടാണ്.
പിന്നെ അപ്പോൾ അഞ്ജുവിന് ഒരു പോയിന്റായി, എനിക്കും ഒരു പോയിന്റായി. ഇനി അഞ്ജു അടുത്ത പാട്ട് പറഞ്ഞോ. ഞാൻ അടുത്ത ഏത് വെച്ചാൽ നോക്കട്ടെ കേട്ടാ. പൗർണമി പെൺകൊടി പാടി വരവേൽക്കുമല്ലോ പാതിരാ പുല്ലുകൾ. ഏതാ പാട്ട്? ഏത് സിനിമയാണ്? ഇത് സിനിമ ഇതാട്ട ഹരികൃഷ്ണൻസ് അല്ലേ? അതെ. ഹരികൃഷ്ണൻസ് സിനിമയാണ്. പാട്ട് ഇതാണ്. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ, അതല്ലേ? അതെ. അപ്പൊ 2 പോയിന്റായി. അപ്പൊ ഞാൻ അടുത്ത പാട്ട് ഇവിടെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാട്ട് ഞാൻ പാടാട്ടോ. പാട്ടെ. ആനച്ചന്തം പൊന്നാമ്പൽ ചമയം. ഇത് ഞാൻ എഴുതി വെച്ചൊരു പാട്ടിലൊന്നും തന്നെയായിരുന്നു. ആണോ? എന്തായാലും ഞാൻ പാടി. അപ്പൊ പാട്ടും സിനിമയും പറഞ്ഞോ. സിനിമ മീശ മാധവനാണ്. പാട്ട് കരിമിഴി കുരുവിയെ കണ്ടീരാനി ചിരിമണി ചിരമ്പൊലി കേട്ടീരാനി പണ്ടേ എന്നോടൊന്നും മിണ്ടീന. അപ്പൊ 2 പോയിന്റ്, 2 പേർക്ക് 2 പോയിന്റ് വെച്ചായി. ഇനി 5 പാട്ട് പാടിക്കോ. അയ്യോ ഇതെല്ലാം അവൾക്ക് അറിയാലോ. അതെ, ചാലഞ്ചിന്റെ ആ ഒരു രസം കിട്ടുന്നില്ല. കിട്ടാണ്ടാവുമ്പോ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുണ്ടാവുള്ളൂ. അതെ, കുറച്ചൊരു ടഫ് പാട്ട്, ടഫ് സോങ്സ് വേണം. ഞാൻ ഈ പാടാൻ പോകുന്ന തമിഴ് സോങ് ആണ്. എനിക്ക് അറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പാടിക്കോ പാടിക്കോ. സാരക്കാര കല്ല പോല നെഞ്ചിക്കുള്ള നീ എറിந்து சிரிக்காம சதி பண்ணுற செய்யக்காத பூதங்காத சிக்கிக்கிட்ட பூதங்காம ஊருக்காம ஊയിക്കൊള്ളുന്നത്. ഈ പാട്ട് എനിക്കറിയാം, പക്ഷെ സിനിമ എനിക്കറിയില്ല. ഏതാണ് പാട്ട്? പാട്ട് ഇതാ. കൂടെ മേലെ കൂടെ വെച്ച് കൂടലൂര പോനവളെ, അതല്ലേ പാട്ട്? സിനിമ എനിക്കറിയില്ല. അപ്പൊ പോയിന്റ് ലോസ് ആവും. ലോസ് ആവും. ടാസ്ക് കിട്ടും. കിട്ടും. എന്നാലും സിനിമയുടെ പേര് ഏതായിരുന്നു എനിക്കറിയില്ല. സിനിമയുടെ പേര് എനിക്കറിയില്ല. പാട്ട് എനിക്ക് ആവശ്യമുള്ള പാട്ടാണ്. അപ്പൊ ഞാൻ കാണാറൊക്കെ ഉണ്ട്. അപ്പൊ അതാ നമ്മുടെ ടാസ്ക്. സിനിമയുടെ പേര് ഞാൻ പറയാം. റമ്മിയുടെ സിനിമയിലത്തെ പാട്ടാണ്. റമ്മി കണ്ടിട്ടുണ്ടാ? ഇല്ല, സിനിമ കണ്ടിട്ടില്ല. ഞാൻ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ പാടില്ല, ലിറിക്സിനൊക്കെ തെറ്റുണ്ടാവും. അതൊക്കെ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ എന്റെ ടാസ്ക് എടുത്തിട്ടാ. ദൈവമേ, എന്റെ ടാസ്ക് ആണോ? എന്തോ 4 ഭാവം കാണിക്കാം. ഞാൻ പറയുന്നത് 4 ഭാവങ്ങൾ ഇത് നീ പറ 4 ഭാവമല്ല, ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന 4 ഭാവങ്ങൾ. ഓക്കെ. എന്ത് ഭാവം? പേരെന്താന്നും കൂടി നീ ഉണ്ടാക്കി പറയണം. ഭാവത്തിന് പേരൊന്നുമില്ല, തോന്നണ ഭാവം. എന്നാ ഓക്കെ, ക്ലോസ് ആയിട്ട് പറ്റേ. എന്റെ ഭാവങ്ങൾ ക്ലോസ് ആയിട്ട് കാണട്ടെ. എന്താ ഭാവം? 1 വേറെ 2 3 എന്താ 3 4 4 ഭാവായി. അപ്പൊ ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ 2 ഇവൾക്ക് ഇവൾക്ക് 2 എനിക്ക് 2 പോയിന്റ്സിന് വ്യത്യാസമൊന്നുമില്ല. ഇനി ഞാൻ പറയേണ്ടത് ഇവള് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കും കൂടി 1 പോയിന്റ് കിട്ടും കേട്ടോ. അപ്പൊ അല്ല, 1 പോയിന്റ് നിനക്ക് കുറഞ്ഞില്ലേ? ഇപ്പൊ 1 പോയിന്റ് കുറഞ്ഞിട്ടില്ല. കാരണം നീയും കൂടി പറഞ്ഞ നിനക്ക് 3 എനിക്ക് 2 അങ്ങനെയോ. അങ്ങനെ ഓക്കെ. അപ്പൊ എന്താ അടുത്ത പാട്ട് ഞാൻ പാടാൻ പോവാട്ടാ. തുടങ്ങട്ടെ. പൂവേ പുതിയൊരു പൂമ്പാട്ടിൻ പൂമ്പൊടി തൂവാം നിൻ കാതിൽ പ്രണയ മനോരഥമേറാമിന്നൊരു പല്ലവി പാടാം. അറിയോ? ഈ പാട്ട് കേട്ട പോലെ ഉണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓർമ്മയില്ല? പൊളി. അപ്പൊ അവൾക്കത് ഓർമ്മയില്ല. അപ്പൊ ഞാൻ ഈ പാട്ടിന്റെ തുടക്കം, സിനിമയുടെ പേര് ദേവദൂതൻ എന്നാണ്. ഈ പാട്ടിന്റെ തുടക്കം ഇതാണ്. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ മോഹത്തിൻ മുതരന്തം ഞാൻ പകരം നൽകാം. അപ്പൊ സിനിമ കണ്ടിട്ടുള്ളതാണ്, പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടില്ല. ഒന്നും പറയണ്ട, ടാസ്ക് എടുത്തോ. എന്താണത്? തവളച്ചാട്ടം. അപ്പൊ നമുക്ക് ഇതൊന്ന് ബാക്ക് ക്യാമിലേക്ക് തിരിക്കേണ്ടി വരും, കാരണം തവളച്ചാട്ടം കാണണ്ടേ ഗൈസ്. അപ്പൊ അഞ്ജു ഓൺ ദ ഫ്ലോർ. തവളച്ചാട്ടം. മഞ്ജു റെഡി അല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. ഏയ് എന്ത് നന്നായിട്ടാണ് കുട്ടി തവളച്ചാട്ടം. പണ്ട് തവളച്ചാട്ടമായിരുന്നു പണിയുള്ള. ഓക്കെ മതി.
അപ്പൊ എന്താ ഇപ്പൊ പോയിന്റിന് നിലവാരം എന്ന് പറഞ്ഞാൽ 2-2. ഞാനൊരു സിനിമയുടെ പേരെങ്കിലും അല്ല പാട്ടിന് തുടക്കെങ്കിലും പറഞ്ഞു പോലും സിനിമയും കിട്ടിയില്ല പാട്ടും കിട്ടിയില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 2 ടാസ്ക് കൊടുക്കേണ്ടതാണ്. പക്ഷെ ഞാൻ പാവാണ്ട് ഒരു ടാസ്ക് കൊടുത്ത് ഒതുക്കി. എന്തായാലും പാട്ട് കണ്ടുപിടിക്കണ്ടേ, പാട്ടും അതിന്റെ സിനിമ പേര് കണ്ടുപിടിക്കണത് ഒരു ഇതിലാണ്, പോയിന്റ്സിന്റെ ഇതാണല്ലോ. ആണ് എന്റെ ആവട്ടെ. അപ്പൊ തവളച്ചാട്ടം 5 സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്തത് ആരുടെ ചാൻസ്? ഇനി 5 ചോദിക്കണ്ട, ഇനി 5 ചോദിക്കണ്ട കേട്ടാ. അപ്പൊ 5 ചോദിക്കും. തമിഴൊക്കെ ആണെങ്കിൽ ഞാൻ വീണ്ടും പെടും. ചോദിച്ചോ ചോദിച്ചോ എന്താ ചോദിക്കാത്ത? ചോദിച്ചോ. ഒരു മിനിറ്റ്. ആ ലൈൻ എനിക്ക് കിട്ടുന്നില്ല. എന്നാ വേറെ പാട്ട്, ആ പാട്ട് മാറ്റിക്കോ, അടുത്ത പാട്ട് എടുക്ക്. നിങ്ങളുടെ കമന്റ് ചെയ്യണം എന്റെ പാട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം കേട്ടോ, വെള്ള പാട്ടിനെ കുറിച്ച്. തുടങ്ങി. പാട്ട് എനിക്കറിയാം. 555 കലത്തി. റോങ് ആൻസർ ആണ് മോളെ. അതല്ലേ പാട്ട്? അതല്ല പാട്ട്. എന്നാ ഞാൻ വേറെ പാട്ട് പാടാം. എനിക്ക് ഇത് റീൽസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഈ പാട്ട്. അല്ല, ആൻസർ തെറ്റി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവം തെറ്റിപ്പോയി, ഫ്ലോപ്പായി. ഇനി നീ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി പനിഷ്മെന്റ്. എന്നാ തുടങ്ങിക്കോ. എനിക്കറിയില്ല ഏതാ സംഭവം. പാട്ട് സോറി. അങ്ങനെ സിനിമ ഉത്തമപുത്രൻ എന്ന സിനിമയിലെ പാട്ടാണ്. എനിക്കറിയില്ല. നീ പാടി പാട്ട് നീ കേട്ടിട്ടുണ്ട്, അത് വേറെ ഫിലിമിലെ പാട്ട്. എന്നതാ എടുത്തോ. അത് ഞാൻ എടുക്കണ്ടേ? എടുത്തിട്ടുണ്ടോ? എന്താ കുന്തം. ജോളി സോങ് വിത്ത് ക്രൈയിങ്. അതായത് ഒരു നല്ല ഒരു ജോളി ടൈപ്പ് പാട്ട്, കരഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു. ഏതാ പാട്ട്? ചെട്ടിക്കുളങ്ങര അവരുടെ നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ. ആ പാട്ട് എനിക്ക് ഫുൾ എക്സ്പ്രഷൻസ് ആണല്ലോ. എന്തായാലും എന്റെ എക്സ്പ്രഷൻ ഒന്ന് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ചെട്ടിക്കുളങ്ങര അല്ലേ? ആ പാട്ടൊക്കെ കരഞ്ഞോണ്ട് പാടും. തുടങ്ങട്ടെ? തുടങ്ങിക്കോ. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പി വളച്ചെടുക്കും തൊട്ടാ കുറച്ചുകൂടി എക്സ്പ്രഷൻ ഞാൻ കണ്ടൊരു പുഷ്പമിരിയുടെ തേരോട്ടം 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 തേരോട്ടം. മതി. സോറി, അറിയാണ്ട് ഞാൻ കട്ടാക്കി പോയി. അപ്പൊ ഈ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ആക്കി. ഇനി എന്താ, ഇനി ആഡ് ചാൻസ്. ഇപ്പൊ എത്ര പോയിന്റ്സ് ആയി? 2-2 ഞാൻ നിൽക്കുന്നത്. ഇനി ഇവിടെ ആൻസർ പറഞ്ഞാൽ അവൾക്ക് 3 ആവും. അപ്പൊ നമ്മൾ ടോട്ടല് 3 ചോദിച്ചല്ലേ? ഇല്ല, മൂന്നാമത്തെ ഞാൻ ചോദിക്കാൻ പോവാ. 3 ചോദിച്ചു കഴിഞ്ഞു. 4ാമത്തെ അല്ല 3 ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ 4ാമത്തെ ഞാൻ ചോദിക്കാൻ പോവാട്ടാ. ഇതാ കൺഫ്യൂഷൻ ആവുന്നത്. വേണ്ടായിരുന്നു. തുടങ്ങട്ടെ ഞാൻ. മുറ്റം നിറയെ മിന്നിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം, തുള്ളിത്തുടിച്ചും തമ്മിൽ കൊതിച്ചും കൊഞ്ചിക്കളിയാടി നമ്മൾ. അറിയോ? അറിയില്ല, ഞാൻ കേട്ടിട്ട് പോലും ഇല്ല ഈ പാട്ട്. പാട്ട് കേട്ടില്ല? പാട്ട് കേൾക്കാണ്ട് ഞാൻ മനസ്സിലായി പാട്ട് കേട്ടുണ്ടാവും. ആണോ? എന്നാ പിന്നെ ഓർമ്മയില്ലാത്തതായിരിക്കും. പാട്ട് ഇതാണ്. നിലാവേ മായുമോ നോവുമായി. സിനിമയുടെ പേര് മിന്നാരം എന്നാട്ടോ. അപ്പൊ ഈ പാട്ട് കേൾക്കാത്തവരുണ്ടാവില്ല. സിനിമയും മോഹൻലാൽ അഭിനയിച്ച സിനിമയാണ്. ഒട്ടുമിക്കർക്കും മോഹൻലാലിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാവും. ശോഭന മോഹൻലാൽ ആ ഒരു കൂട്ടുകെട്ടിന് നല്ലൊരു സിനിമയാട്ടോ. അപ്പൊ ഇനി കാണാത്തവരൊക്കെ കാണണം ആ സിനിമ. നല്ല സിനിമ. അപ്പൊ എന്താ, അപ്പൊ വീണ്ടും ഞങ്ങൾ ടൈ ആയിരിക്കും കേട്ടോ.
അപ്പൊ ഇനി ഒരു പാട്ടും കൂടി ഉള്ളൂ. അതിൽ ആര് ജയിക്കും ആര് തോക്കുന്നല്ല. എടുത്തോ മോളുസേ എടുത്തോ. എന്താ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ ഐ എം ബിസി, ഞാൻ പിന്നെ വിളിക്കാന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ജോജി സിനിമയിലുള്ളതില്ലേ, നമ്മുടെ ഫഹദ് ഫാസിൽ വിളിച്ചിട്ട് എടുക്കുമ്പോൾ പറയില്ലേ, എന്താ പറയുക, ഞാനിപ്പോൾ ഇച്ചിരി ബിസി ആട്ടെ, ഞാൻ അങ്ങോട്ട് പിന്നെ വിളിക്കാന്ന് പറയില്ലേ, ആ ഒരു ഡയലോഗ് ഇവള് ഫ്രണ്ടിനെ വിളിച്ച് പറയണം. അപ്പോൾ ഫ്രണ്ട് ആരെ വിളിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞോ. ഞാൻ ആലോചിക്കുന്നത് എന്റെ ഫ്രണ്ട് മീനാക്ഷിനെ വിളിക്കാന്നാണ്. എന്റെ ഒരു ചൈൽഡ് ഫ്രണ്ട് ആണ്. അപ്പോൾ അവൾ ഫോൺ എടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഫോൺ എടുത്ത് തന്നെ വെയിറ്റ് ചെയ്യാം. ഫോൺ എടുത്തിട്ട് വന്നു. ഫോൺ ഇതിൽ തന്നെ വിളിക്കാം. നീ വിളിക്കാന്നറിയോ? ഞാൻ വിളിക്കാന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ നിന്റെ ഫോണിൽ വിളിക്കേണ്ടി വരും. അല്ല നീ വിളിച്ചു, അത് കുഴപ്പമില്ല. അല്ല അല്ലെങ്കിൽ ഇതാ അമ്മയുടെ ഫോൺ എടുത്തോടുന്നു. എൻ്റെ അമ്മയുടെ ഫോൺ കേട്ടോ. അപ്പോൾ നമ്പർ മനസ്സിലാവാണ്ടിരിക്കാൻ വേറെ ഫോണിൽ നിന്നാണ് വിളിക്കേണ്ടത്. എടുക്കുമോന്ന് അറിയില്ല, കാരണം അൺനോൺ നമ്പറിൽ നിന്ന് വിളിക്കുമ്പോൾ ചിലവർ എടുക്കാറില്ലല്ലോ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ സിം വൺ വിളിച്ചു. ലൗഡ് സ്പീക്കർ. ഇതവളുടെ അമ്മയുടെ നമ്പറാണ്. അവളുടെ നമ്പർ വേറെ ഉണ്ട്, പക്ഷെ എനിക്ക് ചെറുപ്പം തൊട്ടേ അവളുടെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടാണ്. എടുത്ത് കഴിഞ്ഞാ. ഹലോ മീനാക്ഷി അല്ലേ? ഞാൻ കുറച്ച് ബിസിയാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ. ഞാൻ പറഞ്ഞിരിക്കുകയാണ്. അവൾ ഫോൺ എടുത്തു. ഇപ്പൊ അവിടെ വിചാരിച്ചിട്ടുണ്ടാവും ആരാണ്, പക്ഷെ കുറച്ചൊരു കൂടി കണ്ടിന്യൂ. എന്നാലും അവളുടെ റിപ്ലൈ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവൾ എന്റെ ഫോണിലേക്ക് വിളിക്കും. പക്ഷെ മനസ്സിലായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്കൊന്നുകൂടി വിളിച്ച് പറയാട്ടോ. മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്, കാരണം എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, ഒരുപാട് കാലം പരിചയമുള്ള ഫ്രണ്ടാണ്. അതുകൊണ്ട് വിളിച്ചൊന്നുകൂടി വിളിച്ചിട്ട്. ഹലോ, നിനക്ക് മനസ്സിലായില്ലേ ഞാനാണെന്ന്? അതൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു ചാലഞ്ച് ചെയ്യായിരുന്നു. ജസ്റ്റ് അതിനൊരു ഇതായിട്ട് ചാലഞ്ചായിട്ട് ഞാൻ വിളിച്ചതേ ഉള്ളൂ. ഒരു ചാലഞ്ച് ചെയ്യുന്നു. ഈ ട്രൂത്ത് ഓർ ഡയറൊക്കെ കളിക്കില്ലേ, അതുപോലെ ഒരു ചാലഞ്ച് കളിക്കായിരുന്നു. അതിന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് തന്നെ വിളിച്ചതാ. ഓക്കെ, അതില് എന്റെ ഫ്രണ്ട് നിന്നെ വിളിച്ചിട്ട് ഞാൻ ബിസിയാണ് പിന്നെ വിളിക്കാന്ന് പറയാൻ പറഞ്ഞിട്ടായിരുന്നു, ഒരു അൺനോൺ നമ്പറിന്ന്. അതാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഇതെന്റെ റിലേറ്റീവിന്റെ നമ്പറാണ്. ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാട്ടാ. അപ്പൊ അത് സക്സസ് ആയി. അപ്പൊ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും 2-2 എന്നുള്ള പോയിന്റ്സിൽ നിൽക്കുകയാണ്. ഇനി ഒരു പാട്ടും കൂടെ ഉള്ളൂ. അതും കൂടി അറിയാം ആരെ ജയിക്കാൻ തോക്കാന്ന്. ഇനിയിപ്പൊ അതിലും ടൈ ആവുകയാണെങ്കിൽ ഒരു പാട്ടും കൂടി ഞങ്ങൾ ട്രൈ ചെയ്യും. അപ്പൊ ഇനി 5 അല്ലേ പറയണ്ടേ? തുടങ്ങിക്കോ. അതിന്റെ ട്യൂൺ ഒരു മിനിറ്റ് പാടട്ടെ. പറയാതെ അറിയാതെ നിൻകരളായി നീ പോയാൽ പാടി നിൻ പാൽക്കനവിൽ ആലോലം ഒരു നേരം കാണാതെ ഒന്നിനുറങ്ങില്ല അറിയും ഞാൻ ഇന്നും നിൻ വാത്സല്യം. ഏതാ പാട്ടിന് വേണ്ടിയിട്ട്? പാട്ട് കിട്ടി. ചിരി ചിരിയോ നിന്നും വരെ ചിരിയിൽ പിറന്നാൾ തിരയോ തിരിയോ നീ തൊടുത്തെടുക്കുന്ന തിരുവാതിരയോ. സിനിമയുടെ പേര് ക്രോണിക് ബാച്ചിലർ. അപ്പോൾ അത് റെഡി ആയില്ലേ? അപ്പൊ എനിക്ക് 3 പോയിന്റ് ആയിട്ടാ. 3 പോയിന്റ് ആയി. ഇവൾക്കിപ്പോൾ 2 പോയിന്റാണ്. ഇനി ഞാനും കൂടി ഒന്നോട് ചോദിക്കും. അത് ടൈ ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ്റെ ആവശ്യം വരും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചു. നിന്നിടൽ പോലെ കൂടി വരാം ഞാൻ, നീ എൻ്റെ സൂര്യനല്ലേ, വേലി നീലാവായി തേടി വരാം ഞാൻ, നീ എൻ്റെ സന്ധ്യയല്ലേ. അറിയോ? പക്ഷേ അറിയില്ല. ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ജയിച്ചേട്ടാ. അപ്പൊ ഈ സിനിമ പെരുമഴക്കാലം സിനിമയാണ്. പാട്ടിന്റെ തുടക്കം എന്താണ്? ചെണ്ടാർമിഴി പൂന്തേൻ മൊഴി
കേട്ടിട്ടുണ്ട്. കണ്ണിനോ കണ്ണാമിൻ കൺമണി. ഇത് കുറച്ച് പഴയ ഫിലിമല്ലേ? പഴയതൊന്നുമല്ല, ഒരു കുറച്ച് എളുപ്പമുള്ള സോങ്സ് വന്നിട്ട് നീ കുറച്ച് പഴയ സോങ്സ് നീ കുറെ തമിഴ് സോങ്സ് തന്നതും പോരാ, ഞാൻ മലയാളം ഇട്ടിട്ട് അവൾക്ക് കിട്ടിയില്ല. അപ്പൊ ദാ അവസാനത്തെ ടാസ്ക്. ഈശ്വര, ഒരു ഗംഭീര ടാസ്ക് ആവണേ. അപ്പൊ ജയിച്ചത് ഞാനാട്ടാ, തോറ്റത് ഇവളാണ്. മനസ്സിലായല്ലോ? എന്താണ് അഡ്വർടൈസ്മെന്റ് പറയാം. അപ്പോൾ അഡ്വർടൈസ്മെന്റ്, അപ്പോൾ ഞാൻ ഒരു സബ്ജക്റ്റ് കൊടുക്കും, അതിന് ഇവിടെ നന്നായി അഡ്വർടൈസ് ചെയ്ത് പറയണം. ഇവിടെ എന്താ കിട്ടുക? ഇത് എന്ത് കുളിക്കാൻ ജോ? ആ കുളിക്ക് തൊട്ട് കളിക്കരുത്. ആ കുളിക്ക എന്റെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ്. ഇത് കോവിഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഗുളികയാണ്. കോവിഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഗുളികയാണോ? ആ, എന്നാ അത് വേണ്ട. കാരണം അതിനെ കുറിച്ച് കുറച്ച് ഫണ്ടി ആയിട്ടുള്ള എന്തെങ്കിലും ഞാൻ തരാൻ ഒരു നോക്കാം. ആയുർവേദ ഗുളികയാണ്. ഒരു മെഡിസിൻ, ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു medicine. അതിനെ പറ്റി നീ പറയണ്ട, നമുക്ക് അതിനെ കുറിച്ചല്ല ആവശ്യം. ഞാനിപ്പോ എന്താ പറയാ, എന്താ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു സാധനം. എന്നാ പറയാം, ബ്രഷ്. ബ്രഷോ? നിന്റെ പല്ല് തേക്കണ ബ്രഷ്, ടൂത്ത് ബ്രഷ്. അതിനെ കുറിച്ച് പറയണം. വെയിറ്റ്, ഒരു മിനിറ്റ് ഞാൻ പറയാം. നല്ല ഭംഗിയുള്ള ഒരു ബ്രഷ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്റെ ബ്രഷ് ആയതുകൊണ്ടാവും ഭംഗിയായത്. എന്റെ ബ്രഷ് അല്ല, ഇത് കളഞ്ഞ ബ്രഷാ. പഴയ ബ്രഷ്. പഴയ ബ്രഷ്. പറഞ്ഞോ. ഇത് ടൂത്ത് ബ്രഷ് ആണ്. ഈ ബ്രഷ് നമ്മൾ ഉപയോഗിക്കുന്നത് പല്ല് തേക്കാനാണ്. പൊതുവെ എല്ലാവരും പല്ല് തേക്കുമ്പോഴാണ് ഒരു വിശ്വാസം. എന്താണ് നിങ്ങളുടെ ബ്രഷിന്റെ സ്പെഷ്യാലിറ്റി? ഈ ബ്രഷിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു സിക്സാക് മോഡലുള്ള ബ്രഷാണ്. അതുകൊണ്ടാണോ ഇതിന്റെ ഇതൊക്കെ ഇങ്ങനെ ഇളകിയിരിക്കുന്നത്? ഇത് അതുകൊണ്ടല്ല, ഇത് ഉപയോഗിച്ചിട്ട് തേഞ്ഞു. അഡ്വർടൈസ്മെന്റ് നടക്കട്ടെ. ഓക്കെ, ഈ ബ്രഷ് കൊണ്ട് നമ്മൾ സിക്സാക് ബ്രഷ് ആണെങ്കിൽ നമുക്ക് വായുടെ എല്ലാ മുക്കും കോണിലും ഒക്കെ എത്തും. നമ്മൾ പല്ല് തേക്കുന്നത് നമ്മുടെ ഗംസ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനാണ്. പിന്നെ ടീത്തിന് വല്ല പ്രോബ്ലം ഒന്നും ഉണ്ടാവാതിരിക്കാണ്. പൊതുവെ എല്ലാവരും പല്ല് തേക്കുന്നതാണ് എന്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യമുള്ള സംഭവമാണ് ഈ ബ്രഷ്, എല്ലാ ഹ്യൂമൻ ബീങ്ങിനും. ബ്രഷിന്റെ പേരെന്താ? പേരില്ലാത്ത ബ്രഷോ? പേര് ഇഷ്ടമുള്ള പേരിടാം. നിങ്ങൾ അഡ്വർടൈസ്മെന്റ് പറയുമ്പോ ഇതിന്റെ പേര് പോലും നിങ്ങൾക്ക് അറിയില്ലേ? ഇതിന്റെ പേര് ചടുകുട ബ്രഷ്. പുതിയ കമ്പനിയാണ് ചടുകുട ബ്രഷ്. അപ്പൊ ഓക്കെ, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ഇന്നത്തെ ചലഞ്ച് വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പിന്നെ പാട്ട് പാടിയതൊക്കെ വലിയ രസം ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും ഞാൻ പിന്നെ ലിറിക്സ് ഫോണിൽ നോക്കി പാടിയോണ്ട് തെറ്റാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചലഞ്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, താഴെ കമൻറ്റും ചെയ്യണം. പിന്നെ ഇനി ഇങ്ങനത്തെ ഓരോ വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.